അയം ഗായത്രിയുടെ സംയുക്ത മാത്രം ഒരു 4-5 തവണ ചെല്ലാം. കൽ സീതൂർ പാരേണ്യം യോ ദേവസ്യ ധീമഹി 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 ധിയോ യോ ന പ്രചോദയാൽ ധിയോ യോ ന പ്രചോദയാൽ ധിയോ യോ ന പ്രചോദയാൽ ധിയോ യോ ന പ്രചോദയാൽ ധിയോ യോ ന പ്രചോദയാൽ. നീ തന്നെ കുറച്ച് ഫാസ്റ്റ് കുറച്ച് ചെല്ലി ശീലമായി വരുമ്പോൾ 10-100 ആവർത്തി കഴിയുമ്പോൾ അതിങ്ങനെ ചുരുങ്ങിയിട്ട് കുറച്ചും കൂടി ഫാസ്റ്റാവും. അപ്പോൾ അതിങ്ങനെയാവും കൽ സീതൂർ പാരേണ്യം യോ ദേവസ്യ ധീമഹി കൽ സീതൂർ പാരേണ്യം യോ ദേവസ്യ ധീമഹി കൽ സീതൂർ പാരേണ്യം യോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാൽ ധിയോ യോ ന പ്രചോദയാൽ ധിയോ യോ ന പ്രചോദയാൽ. അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ഇതേപോലെ ഈ സാധാരണ ഞാൻ പഠിക്കുമ്പോൾ പുതുതായിട്ട് വരുമ്പോൾ ഈ സന്ധ്യാവന്തന മന്ത്രങ്ങളാണ് ആദ്യം പഠിപ്പിക്കാറുള്ളത്. ഗുരുവേദിക സന്ധ്യാവന്തനം. അപ്പോൾ ഈ ആരോഗ്യസ്ഥ 3 എഴുതി കളിക്കുന്നത്, പിന്നെ ഈ ഗായത്രി, പിന്നെ നേത്രസ്യ ചരിത്രനീകൃത ആ മന്ത്രം, പിന്നെ വൈകുന്നേരമാണെങ്കിൽ ഇമ്മമ്മേ വരുന്ന ശ്രുതി, പിന്നെ തച്ചട്ടും ദേവൈകം ഇതൊക്കെയാണ് സന്ധ്യാവന്തനത്തിൽ വരിക. അപ്പോൾ അങ്ങനെയാണ് പുതുതായിട്ടൊരാൾ വരുമ്പോൾ പഠിപ്പിക്കാറുള്ളത്. അത് മുഴുവൻ ഈ 2 ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ സ്വരമൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യം ഫാസ്റ്റായിട്ടും ആദ്യം സ്ലോ പിന്നെ ഫാസ്റ്റ്. അപ്പോൾ അത് നമുക്ക് കോപ്പി ചെയ്യാം. ഞങ്ങൾ കൊണ്ടുപോകില്ല. അപ്പോൾ അത് എപ്പോഴെങ്കിലും സർക്കുലേറ്റ് ചെയ്യാം അല്ലേ? ചെയ്യാം.